ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. NF കണ്ണൂർ കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ലെച്ചസ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്കിതിലേക്ക് ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും തന്നെ ആവശ്യമില്ല. അതുപോലെ പാല് തിളപ്പിച്ച് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ഫ്ലെയിമൊന്നും ഓണാക്കാതെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ് ലെച്ചസ് പുഡിങ്. ഇത് കഴിക്കുമ്പോൾ നമുക്ക് കേക്കൊക്കെ കഴിക്കുന്ന ഫീലിംഗ് ആണ് ഉണ്ടാവുക. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കണ്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസിനായിട്ട് ആ കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത ശേഷം മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഈ പുഡിംഗ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ലെച്ചസ് മിൽക്ക് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് 1/4 കപ്പ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇനി സെയിം അളവിൽ തന്നെ നമുക്ക് വിപ്പിംഗ് ക്രീം എടുക്കാം. 1/4 കപ്പ് വിപ്പിംഗ് ക്രീം, ഒരു 1/4 കപ്പ് മിൽക്ക് മേഡ്. ഇതാണ് ലെച്ചസ് മിൽക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്, അതായത് 3 തരം മിൽക്ക്. ഞാനെടുത്ത വിപ്പിംഗ് ക്രീമിൽ ഓൾറെഡി നല്ല മധുരമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിരിക്കുന്നത്. നിങ്ങളെടുക്കുന്ന വിപ്പിംഗ് ക്രീം മധുരമില്ലാത്തതാണെങ്കിൽ 1/2 കപ്പ് വരെ മിൽക്ക് മെയ്ഡ് എടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതാദ്യം ലോ സ്പീഡിലും പിന്നീട് സ്പീഡ് കൂട്ടി ഹൈ സ്പീഡിലും ഒരു 4-5 മിനിറ്റ് നേരം ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് സ്റ്റിഫാകേണ്ട ആവശ്യമൊന്നുമില്ല, ഏകദേശം ഒന്ന് സ്റ്റിഫായി കിട്ടിയാൽ മതി. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ബീറ്റ് ചെയ്യുന്ന ബൗളും അതുപോലെ ബീറ്ററിൻ്റെ ബ്ലേഡും ഫ്രീസറിൽ ഒരു 2 മണിക്കൂർ നേരമെങ്കിലും തണുപ്പിച്ചെടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഫ്ലേവർ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ വാനില ഫ്ലേവർ തന്നെയാണ് വേണ്ടതെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്താൽ മതി. ഞാൻ ഇതിലോട്ടൊരു 5 ഡ്രോപ്സ് പിസ്ത സിറപ്പ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്, പിസ്തയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങൾക്ക് സ്ട്രോബെറിയോ പൈനാപ്പിളോ അതുപോലെ ഓറഞ്ചോ മാംഗോ ഇങ്ങനെയുള്ള ഏത് ഫ്ലേവർ വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഒരു 4-5 ഡ്രോപ്സ് മാത്രം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ബീറ്റർ ഓഫ് ചെയ്യാം. 1 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. ഇനി നമുക്ക് പുഡിങ്ങിനായിട്ട് ആവശ്യമായിട്ടുള്ളത് ബ്രെഡാണ്. ബ്രെഡിൻ്റെ കണക്കെന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന പുഡിംഗ് ട്രേ എത്രയാണോ അതിനനുസരിച്ചിട്ടായിരിക്കും. എനിക്കിപ്പോൾ 8 സ്ലൈസ് ബ്രെഡാണ് ആവശ്യമായി വന്നിട്ടുള്ളത്. നിങ്ങളെടുക്കുന്ന പുഡിംഗ് ട്രേക്ക് അനുസരിച്ചിട്ടുള്ള ബ്രെഡ് എടുക്കുക. ബ്രെഡ് എടുക്കുമ്പോൾ ഇതിൻ്റെ ബ്രൗൺ ഷെയ്ഡൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ബ്രെഡൊക്കെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കട്ട് ചെയ്ത ഭാഗങ്ങൾ നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ബിസ്ക്കറ്റാണ്. ബിസ്ക്കറ്റും അതുപോലെ തന്നെയാണ്, ആവശ്യമുള്ളത്ര എടുക്കുക. ഞാനിപ്പോൾ എയറോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരമായിട്ട് ഏത് ബിസ്ക്കറ്റും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് പുഡിങ്ങിൻ്റെ ട്രേ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച ലെച്ചസ് മിൽക്കിലോട്ട് ഓരോ ബ്രെഡ് സ്ലൈസ് എടുത്തിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം പ്രസ് ചെയ്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല, മിൽക്ക് പ്രസ് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് പുഡിംഗ് ട്രേയിലോട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലെ എത്ര ബ്രെഡ് നിരത്തി കൊടുക്കാൻ കഴിയോ അതിനനുസരിച്ചിട്ട് നിരത്തി കൊടുക്കുക. സൈഡ് വശമൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ബ്രെഡ് സ്ലൈസ് കൊണ്ട് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. ശേഷം ഇതിൻ്റെ മുകളിലോട്ട് ബീറ്റ് ചെയ്ത് വെച്ച വിപ്പിംഗ് ക്രീം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ അല്പം ആൽമണ്ട് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് കാഷ്യൂ നട്ട്സ് ക്രഷ് ചെയ്തതോ ഇല്ലെങ്കിൽ ചോക്കോ ചിപ്സോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ ബിസ്ക്കറ്റും ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണം. ഈ ബിസ്ക്കറ്റും ബ്രെഡും 2 ലെയറായിട്ട് വെക്കുന്നെങ്കിലും വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒറ്റ ലെയറാണ് ആക്കിയിരിക്കുന്നത്. ഒറ്റ ലെയറായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുകയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ
ഈ വിപ്പിംഗ് ക്രീമും ബ്രെഡൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. നമ്മൾ കഴിക്കുന്ന ടൈമിൽ ഇത് ബിസ്ക്കറ്റാണെന്നോ ബ്രെഡാണെന്നോ ആർക്കും മനസ്സിലാവില്ല. ശരിക്കൊരു കേക്കിൻ്റെ കഴിക്കുന്ന ഫീലിംഗ് ആണ് ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒറ്റ ലെയറായിട്ട് വെക്കുന്നതായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ബിസ്ക്കറ്റിൻ്റെ മുകളിലായിട്ട് വീണ്ടും ബാക്കി വന്ന വിപ്പിംഗ് ക്രീം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം മുകളിലായിട്ട് ആൽമണ്ട് ക്രഷ് ചെയ്തത് കൊണ്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അങ്ങനെ വെറും 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ലെച്ചസ് പുഡിങ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതൊരു അലുമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്തതിന് ശേഷം 2 മണിക്കൂർ നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. അപ്പം ഞാനിത് ഒരു ഓവർനൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം പിറ്റേ ദിവസത്തേക്കുള്ള പാർട്ടിയിലേക്ക് തയ്യാറാക്കിയതായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത പാർട്ടി വ്ളോഗിൽ ഈ പുഡിങ്ങിൻ്റെ പിക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരു ദിവസം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുഡിങ്ങാണ് ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. കൂട്ടുകാർക്കും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്നുള്ള വീഡിയോസിനായിട്ട് ആ കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തേക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം നല്ല നല്ല വീഡിയോകളുമായി. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.